പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുരയേത് നീ നന്ദവനത്തേര്. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുരയേത് നീ നന്ദവനത്തേര്. അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി, കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുരയേത് നീ നന്ദവനത്തേര്. കാത്തോടു മലരാട് കാർക്കുഴലാട്, കാതോരം ലോലാക്ക് സംഗതി പാട്. കാത്തോടു മലരാട് കാർക്കുഴലാട്, കാതോരം ലോലാക്ക് സംഗതി പാട്. മഞ്ചളോ ദേഗോ കൊഞ്ചവരും മേഘോ, അഞ്ചുകം തൂങ്ക കൊണ്ടുവരും രാഗോ. നിലവേ വാ നിലവേ ഞാൻ പിടിച്ച് വാറ്, കുയിലെ പൂങ്കുയിലെ പാട്ടെടുത്ത് താറ്. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുരയേത് നീ നന്ദവനത്തേര്. അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി, കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുരയേത് നീ നന്ദവനത്തേര്. പൂനാത്ത മുഖം പാത്ത് വെണ്ണില നാണ്, താളാമൽ തടം പാത്ത് വந்த വഴി പോക. പൂനാത്ത മുഖം പാത്ത് വെണ്ണില നാണ്, താളാമൽ തടം പാത്ത് വந்த വഴി പോക. സിത്തിരത്ത് സോല മുത്തുമണി മാല, മൊത്തത്തില് താരൻ ദുഃഖമെന്ന മാനെ. വണ്ണമാവാനവില്ലിൽ നൂലെടുത്ത് വാറ്, വെണ്ണില മീൻ പൊടിച്ച് സേല തച്ച് താറ്. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുരയേത് നീ നന്ദവനത്തേര്. അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി, കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുരയേത് നീ നന്ദവനത്തേര്. ഹലോ, പൊളിച്ചടാ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തല്ലേ? യെസ്. ഇനി അവർക്ക് ഇഷ്ടമായൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കേ, എം ജി സർ. അജലോസ്കി സാർ. നല്ല പേരല്ലേ? അജലോസ്കി. അജലോസ്കി നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. രസമായിട്ട് പാടി. താങ്ക് യു സാർ. ഇത് ഡീറ്റെയിൽസ് അറിയാമല്ലോ? അറിയാം സാർ. പറഞ്ഞോളൂ.
ഇത് കിഴക്ക് വാസൽ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഇതിന് ലിറിക്സ് എഴുതിയേക്കുന്നത് RV ഉദയകുമാർ സാറാണ്. പിന്നെ ഇതിന് മ്യൂസിക് ചെയ്തത് ഇളയരാജ സാറ്, പാടിയേക്കുന്നത് SP ബാലസുബ്രഹ്മണ്യ സാർ. തുടക്കം തന്നെ അങ്ങ് എടുക്കുകയല്ലേ അല്ലേ? ഈ പാട്ടിന്റെ തുടക്കം തന്നെ നമ്മളങ്ങ് എടുക്കുകയാണ്. അതായത് പച്ചമല പൂവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഓണായി. അതെ, ഇവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് പിള്ളേരൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഒരു അഭിപ്രായം പറയാണ്, അജലോസ്കിക്ക് വിരോധമൊന്നും വരത്തില്ലല്ലോ? ഇല്ല സാർ, ഒന്നുമില്ല. നമ്മൾ ഈ കാതോട് മലരാട എന്ന് പറയുന്ന ആ പോർഷൻസ് ഒക്കെ ശ്രുതി ഒന്ന് ചേരണം, എങ്കിലാണ് അതിന്റെ കുറച്ചുകൂടെ ഒരു സുഖം വരുന്നത്. ഒന്ന് പാടിക്കുന്നത്. കാത്തോട് മലരാട് കാർക്കുഴലാട് കാർക്കുഴലാട് കാതോരം ലോലാക്ക് സംഗതി പാട്. എന്ത് രസമുണ്ട് അല്ലേ? ഇനി അടുത്തും കൂടെ കേട്ടെ. മഞ്ചളോ ദേഗോ കൊഞ്ചവരുമേഗോ അഞ്ചുകം തൂങ്ക കൊണ്ടുവരും രാഗോ നിലവേവാ നിലവേ നിലവേവാ നിലവേ ഞാൻ പിടിച്ച് വാരൻ കുയിലേ പൂങ്കുയിലേ പാട്ടെടുത്ത് താരേ. ലവ് യു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം വരുന്നത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ അജലോസ്കിക്ക് എല്ലാ ഭാവങ്ങളും താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി അജൽ, മാം, അജൽ എന്തൊരു സൂപ്പർ സെലക്ഷൻടാ. അതിന് വലിയൊരു കയ്യടി. ഫാന്റാസ്റ്റിക് സോങ് സെലക്ഷൻ. പിന്നെ അജൽ സൂപ്പറായിട്ട് പാടി. സൂപ്പറായിട്ട്. താങ്ക് യു മാം. എനിക്ക് ഇപ്പോഴും ഒരു അഭിപ്രായം ഉള്ളത്, ഒന്ന് എന്താണ്, ഗെയിൻ വരുത്തിട്ട് പ്രസൻസ് ഉണ്ട്. അത് ഉണ്ടല്ലോ ഉള്ളിലല്ലേ, അത് ആലോചിക്കുന്ന ട്രൈ ചെയ്യുന്നുണ്ട് മാം. കാരണം ഈ സ്വകാര്യം പറയുന്ന പോലെയാണ് മൊത്തത്തിൽ. ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ മോൻ ആ ശ്രുതി ചേർക്കാൻ വേണ്ടിയിട്ട് മോന്റെ വോയിസിന്റെ ഒരു സ്ട്രെങ്ത് കുറയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ചേർക്കുന്നത്. കാറ്റാണ് കൂടുതൽ ചേർത്തോണ്ടിരിക്കുന്നത്. മോൻ ആ വോയിസിന്റെ ആ സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും. ഈ കാറ്റ് ഇട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും. അത് മോനൊന്ന് അത് മാറ്റി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ മോൻ്റെ വോയിസിൻ്റെ ഗെയിൻ മനസ്സിലാവില്ല, പ്രസൻസ് മനസ്സിലാവില്ല. സൂപ്പർ സിംഗറാണ്. എന്ത് ഭംഗിയായിട്ടാണ് പാടിയത്. ഇപ്പം സാറ് കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് മനോഹരമായിട്ടാണ് പാടുന്നത് എല്ലാം. താങ്ക് യു മാം. അതില്ലേ, അത് വരണം. മനോഹരമായിട്ട് പാടിയത് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്ത് ഇവിടെ. എൻ്റെ ദൈവമേ, ഈ കുട്ടി തേജസ് എന്തൊരു ഡാൻസ് ആയിരുന്നു ഇവിടെ. തേജസ്, അർജുന് വേറെ സ്റ്റെപ്സ്. അർജുൻ തിരുവാതിര കളിയായിരുന്നു കളിച്ചോണ്ടിരുന്നത്. ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. അജലിന്റെ ആ ഒരു അജലും വളരെ കൂളായിരുന്നു. പാടുമ്പം ഒരു ടെൻഷനും ഇല്ല, നല്ല മനോഹരമായിട്ട് പാടി. ഈ പാട്ടിന്റെ കാര്യം, ഈ പാട്ട് വന്നപ്പോൾ നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു, പൊളിച്ചടുക്കി. ഇതിലൊരു കാര്യം, അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ പാടാൻ പോയ സമയത്ത് നമ്മുടെ ഗിരീഷ് ഏട്ടൻ പാട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എഴുതി കഴിഞ്ഞ ഉടനെ ഈ ഒരു പാട്ട് എഴുതി. അപ്പോൾ ആ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളി ഈ പാട്ടിങ്ങനെ മൂളിക്കൊണ്ട് പോവാ. അത് പറഞ്ഞു പച്ചമനു തേര്, അതില്ലേ, അതെന്തൊരു നല്ല പാട്ടാ. അതുപോലത്തെ ഒരു ഐഡിയയാണ്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ. മഞ്ജരി, സർ, ഈ താളത്തിൽ അതൊന്ന് പാടി നോക്കി. ഓ തീർച്ചയായിട്ടും. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിലേ, പിന്നെയും നീ എന്നെ നെഞ്ചിൽ ചായും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല. പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്, പുത്തൻകുരയേത് നീ നന്ദവനത്തേര്, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിലേ. അഴക് പൊന്നുമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ അജലേ, എന്ത് പറയാനാ? നിന്നു പിണങ്ങാതെ നീ അസൽ
അസലായി പാടിയ ജലേ. താങ്ക് യു മാം. കവി മഞ്ചരി. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ഇന്ന് പിണങ്ങാതെ നീ അസലായി പാടി അതിലെ. ഒരു പരസ്പര ബന്ധമില്ലാത്ത രണ്ടുപേരുകളെ കൂട്ടി അണയ്ക്കാനുള്ള ഒരു ശ്രമം. പക്ഷേ വിജയിച്ചു മഞ്ജരി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജ്ഞാനപീഠം കിട്ടും കേട്ടോ. Thank you, sir. ഈസി ആയിട്ട്. അതാണ് ഞാൻ അന്ന് ഗിരീഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു മീറ്ററിലാണ് ആ പാട്ട് എഴുതിയത്. അപ്പൊ മനോഹരമായ ശരിക്കും ആ ഓർമ്മകളിലേക്ക് ഞാൻ പോയി. പിന്നെ ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് രണ്ടും. രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സാമ്യത ഉണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങ് ഓർത്തു. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ മോനെ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇളയരാജ മാജിക്. താങ്ക് യു മാം. താങ്ക് യു ശരത് സർ. യാ. അജലേ, സാർ. ഈ ഗ്രൂവിൽ എത്രയോ പാട്ടുണ്ടെന്നറിയാം സാറിന്റെ. എത്രയോ പാട്ടുകൾ. പക്ഷെ പരസ്പര ബന്ധമില്ല. ഗ്രൂ മാത്രം ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. അതൊരു പിന്നെ നിന്റെ ഫ്രണ്ട്സിന്റെ ഡാൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാം. ഇല്ലല്ല അവര് ഞാൻ നന്നായി കളിച്ചു. അങ്ങനല്ല. അത് ഇതിനെ കിടന്ന് അങ്ങനെ തുള്ളിച്ചാണ്ട ഒരു പാട്ടല്ലല്ലോ. കുറച്ച് ഒരു ഹൈലി ഒരു റൊമാൻറ്റിക് ടേക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ടൈപ്പ് ഓഫ് ഡാൻസ്. ഇവിടുന്ന് ഇങ്ങനെ പറിക്കുന്നു, ആ. ഇത് ഓഹോ, അത് ഇവിടുന്ന് പറിക്കുന്നു, വാങ്ങ പറി ചളിക്കുത്ത്. പച്ചമല്ലത്തേന് അങ്ങനെ. അത് തന്നെ ഇരുന്ന് പറിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ല, ഇവന്റെ കയ്യിൽ നിന്ന് പാട്ട് വിട്ടു പോകുന്നുള്ള ഒരു പേടി കൊണ്ട് അവര് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഫുൾ ഡാൻസ്. അങ്ങനെ നിന്നെ സഹായിച്ചതാ അവര്. അതിലെ നീ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സാർ. താങ്ക് യു. എപ്പോഴും ഉള്ള പോലെ അല്ല. ആ രണ്ടാമത്തെ ലൈനൊക്കെ ഒന്ന് ചിരിച്ചു പാടാമോ? അഴക് പൊന്നുമണി. അത് അഴക് പൊന്ന് അഴക് അല്ലടാ, അത് കള്ളുകൂടിയന്മാരെ പോലെ. അഴക് പൊന്ന് മണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ. മതി. ശരി. അതുപോലെ ഈ കാറ്റോട് മലരാട മലരാ, അതേ ഉള്ളൂ. മലരാ, അത് ഒത്തോട്ട് എറിയണ്ട. ഒന്ന് പാടാമോ? കാത്തോട് മലരാട മലരാട. അത്രേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഓസിലേഷൻ കൂട്ടരുത്. പിന്നെ മഞ്ചളോ മേഘം, അതൊന്ന് പാടാമോ? മഞ്ചളോ മഞ്ചളോ ദേഹോ കൊഞ്ചം. അത് ദേഹോ അല്ലടാ. ദേഹം ദേഹം. മഞ്ചളോ ദേഹം, ദേഹമാണ് കേട്ടോ. മേഘം അത് നമ്മൾ അത് പറയുമ്പോ അങ്ങനെ മഞ്ചളോ ദേഹം, അത് ദേഹം എന്ന് തോന്നണം. അല്ല ദേഹോ എന്നൊക്കെ പാടുന്നതാ നീ എന്ത് പാടുന്നത്? മഞ്ചളോ ദേഹം ദേഹോ കൊഞ്ചം ദേഹോ. ഒന്ന് ക്ലോസ് ചെയ്താ ദേഹോ കൊഞ്ചവരും മേഘോ. അത് മേഘോന്ന് മേഘോന്ന് കൊഞ്ചവരും മേഘോ 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 കൊഞ്ചവരും മേഘോ. മേഘോന്ന് കേൾക്കരുത്, മേഘമാണത് കേട്ടോ. അത് മനസ്സിൽ വെച്ചിട്ട് പാട്. അതിന്റെ എൻഡ് അനുപലയുടെയും ചരണത്തിന്റെ എൻഡ് ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു സാർ. കേട്ടോ, നല്ല കിടക്കാച്ചായിരുന്നു. ഇതെന്തോന്നട ഇങ്ങനൊക്കെ എഴുതി വെച്ചേക്കുന്നത്? അത് ഇവൻ പ്രിന്റ് ചെയ്ത അർജുനായിരുന്നു സാർ കൊണ്ടുവിട്ടുന്നല്ലേ. അല്ല, അവന് നിനക്ക് എങ്ങനെങ്കിലും ചീത്തപ്പേര് മേടിച്ചാലും നിന്നെ എലിമിനേറ്റ് ചെയ്ത് കളയണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോടെ ചെയ്യുന്ന ഇതൊക്കെ. എന്താ സാർ ചെയ്തേ? തലതിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇവനെ നോക്കിയപ്പോ വേറെ ഏതാണ്ട് വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്നു. എന്താ അർജു? സാർ അവനെ 1.5 മണിക്കൂർ ആവി പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി എടുത്തു കൊടുത്ത 1.5 മണിക്കൂറോ? 1.5 മണിക്കൂർ ആവി പിടിക്കാൻ. അങ്ങനെ ലോകത്ത് ചൈനക്കാര് പോലും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യില്ലേ? ഇല്ല സാർ. അങ്ങനെ ഒരു ഈ ദേഹത്തോ ഇല്ല സാർ, എനിക്ക് പനിയായിരുന്നു സാർ. അപ്പൊ അതൊന്ന് ശരിയാക്കാൻ നോക്കിയതായിരുന്നു. 1.5 മണിക്കൂർ. എടാ, അപ്പൊ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ അത് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ആന്തര അവയവങ്ങൾക്ക് കേടാണത്. ഓക്കെ സാർ. കേട്ടോ. പിന്നെ ഈ ലിറിക്ക് എഴുതിയ ആളിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആ സാർ എന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്ന പടം കേൾക്കോ സാർ. വെരി ഗുഡ്, താങ്ക് യു. താങ്ക് യു ശരത് സർ. നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു സാർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ. ജലോസ് സാർ. അങ്ങനെ അങ്ങനെ ഓസാണോ? അല്ലല്ലോ. അല്ല സാർ. ആണോ? ആണോ? അല്ല, അഭിമാനിയാണ് ഭയങ്കര. അതുകൊണ്ട് 9.3. താങ്ക് യു സാർ. താങ്ക് യു സർ. 9 ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പൈസ ചെലവ് ചെയ്യുന്ന പറഞ്ഞപ്പോ ഞാൻ 0.3. താങ്ക് യു സാർ. എല്ലാരും വൻ ഈ ചെലവായിരിക്കും. അടുത്ത കാലത്ത് തന്നെ അവനെ പിച്ചക്കാരനായിട്ട് കാണാം. അതുകൊണ്ട് മാർക്കെങ്കിലും ഇരുന്നോട്ടെ. ശരത് സർ. ചക്കരെ, ലവ് യുടാ. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അജൽ മാം. വീണ്ടും 9.3. താങ്ക് യു. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 18.6.
താങ്ക് യു സൂപ്പർ.